കോൺഗ്രസ് പ്രതിനിധി ജ്യോതികുമാർ ചമക്കാലുണ്ട്. ശ്രീ ജ്യോതികുമാർ ചമക്കാല, പ്രേംകുമാറിന്റെ നിരീക്ഷണം പിണറായിയുടെ വേർഷൻ തന്നെയാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അതേ കാര്യം തന്നെയാണ് അദ്ദേഹം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. സർക്കാർ ഒരുപക്ഷെ ഒരു പടി കൂടി കടന്ന് സർക്കാരിന്റെ പെർഫോമൻസ് ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നൊരു പാർട്ടി വിലയിരുത്തലുമാണ് പ്രേംകുമാർ നടത്തുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടായിരുന്നോ എന്ന ചോദ്യവും പ്രസക്തമല്ലേ ജ്യോതികുമാർ ചമക്കാല? അല്ല, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ശ്രീ പ്രേംകുമാർ പറയാൻ ആഗ്രഹിച്ചത്. ഒന്ന്, ഇതെല്ലാം സ്പെക്കുലേഷൻസ് ആണ് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ചർച്ച നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ നോക്കൂ, ഇവിടെ സ്പെക്കുലേഷൻസ് ആകുന്നത് എന്തൊക്കെയാണ്? ഒന്ന്, സ്പെക്കുലേഷനെ സംബന്ധിച്ച്. രണ്ട്, വോട്ടിംഗ് പാറ്റേണിനെ സംബന്ധിച്ചാണ്. വോട്ടിംഗ് പാറ്റേണിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് ദേശീയ തലത്തിൽ BJPക്കെതിരായി അഥവാ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു വോട്ടിംഗ് കേരളത്തിൽ ഉണ്ടായി എന്നാണ്. ഇത് അങ്ങനെ ഉണ്ടാകണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ രീതിയിലായിരുന്നു ഇടതുപക്ഷം ഇലക്ഷന് മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്. രണ്ടാമത്തേത്, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മത്സരിച്ചത്. അപ്പോൾ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞിട്ട് ഇടതില്ലെങ്കിൽ കേരളമില്ല എന്നായിരുന്നെങ്കിൽ പോലും ശരിയാകുമായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ പോലും ഇടതില്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു. ഒരിക്കലും അഭികാമ്യമല്ല എന്ന ഉത്തമ വിശ്വാസത്തോടെ തന്നെ ഞാൻ പറയട്ടെ. ഇവിടെ എന്താ അടിസ്ഥാനപരമായ പ്രശ്നം? തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിരിക്കുന്നു. 111 സീറ്റിൽ അവർ കൃത്യമായും ഞങ്ങൾ ലീഡ് ചെയ്തിരിക്കുന്നു. 11 സീറ്റിൽ BJP ലീഡ് ചെയ്തിരിക്കുന്നു. 8 സീറ്റിൽ BJP രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരിൽ 3 മന്ത്രിമാർക്ക് മാത്രമാണ് അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോലും LDFന് അനുകൂലമായി ലീഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നാൽ ചോദിക്കും 2019 അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വ്യത്യാസം ഇവിടെ നോക്കൂ. ഇവിടെ നമുക്ക് മനസ്സിലാവും, തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടിയും പറയും ഞങ്ങൾ പഠിച്ചിട്ട് പറയാം. ഇവിടെ പഠിച്ചിട്ട് പറയുന്നതിന് മുമ്പ് തന്നെ പരസ്യമായി പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. ആ പ്രതികരണം തുടങ്ങിയത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മാർ കൂർലോസ് തിരുമേനിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യ പ്രതികരണം വന്നത്. അദ്ദേഹത്തെ എങ്ങനെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ കേരളത്തിലെ എല്ലാമായ ശ്രീ പിണറായി വിജയൻ നേരിട്ടത് എന്ന് നമുക്കറിയാം. വിവരദോഷി എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് തന്നെ. അപ്പോൾ നോക്കൂ, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലമുണ്ടായപ്പോൾ അതിനെ വിമർശിക്കാനുള്ള അവകാശത്തെ പോലും അടിച്ചമർത്തി, ഏകാധിപതിയെ പോലെ അടിച്ചമർത്തുന്ന രീതി നമ്മൾ കണ്ടു. കിറ്റ് കൊടുത്താണ് വോട്ട് നേടിയതെന്ന് പറഞ്ഞതിനുമല്ലേ വിവരദോഷി എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്? അപ്പോഴും താങ്കൾ മുഖ്യമന്ത്രി അങ്ങനെ വിവരദോഷി എന്ന് വിളിച്ചതിന് ന്യായീകരിക്കുകയാണോ? ശരിയാണോ? ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് അങ്ങനെയാണോ? CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കാകാം. CPMന്റെ സംസ്ഥാന അല്ല, ഞാൻ അതിലേക്ക് വരാം. നോക്കട്ടെ. അപ്പോൾ എന്താ അടിസ്ഥാന പ്രശ്നം എന്നറിയാമോ? അങ്ങനെ ഈ സർക്കാരിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിമർശനം വന്നാൽ ആ വിമർശനത്തിനെ മുളയിലേ നുള്ളുക എന്നതാണ് ലക്ഷ്യം. ഇവിടെ CPIയുടെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടുക്കിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ധനമന്ത്രിക്കെതിരായിട്ട് നിരന്തരമായി CPIയുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാകുന്നു. CPI മന്ത്രിമാർക്കെതിരെ പോലും വന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്. അപ്പോൾ ആ രീതിയിൽ CPIയുടെ നേതാക്കന്മാർ പറയുന്നു, MV ഗോവിന്ദൻ പറയുന്നു, തോമസ് ഐസക് പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് നേതാക്കന്മാർ, പ്രതിപക്ഷം പറയുന്നത് പോട്ടെ, CPIയുടെ മുഖ്യധാരയിൽ നിന്ന് മാറി നിന്ന സീതി വികാരനും അതുപോലെ ഗൈ ഇസ്മയിൽ ഉൾപ്പെടെ പറയുന്നു. അപ്പോൾ ഏതായാലും ഇടതുപക്ഷത്തെ നേതാക്കന്മാർ തുടർച്ചയായി ഇതിനെ സർക്കാരിനെതിരായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴും എൻ്റെ ചോദ്യം, പഠിക്കും എന്ന് പറയുന്നത് ശരിയാണ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെക്കുലേഷൻ്റെ പുറത്ത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും വാർത്തയായി പുറത്തു വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഏറ്റവും അടച്ചിട്ട മുറിയിൽ നടക്കുന്ന, ഏറ്റവും രഹസ്യ സ്വഭാവത്തോട് നടക്കുന്നത് പോളിറ്റ് ബ്യൂറോ എന്നൊക്കെയാണല്ലോ നമ്മുടെ പഴയ കൺസെപ്റ്റ്. അതൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ സർക്കാരിനെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന മുഖ്യമന്ത്രിയുടെ ഒരു നിലപാട് നോക്കൂ. ഇന്നിപ്പോൾ CPIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെ നിയമസഭയെ മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാണ്. കൂടെ ഒരു മന്ത്രി എഴുന്നേറ്റില്ല എന്ന കാര്യം താങ്കൾ മറക്കരുത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ, അല്ലെങ്കിൽ ശ്രീ പ്രേംകുമാറിൻ്റെയൊക്കെ ബോസായിട്ടുള്ള മുഹമ്മദ് റിയാസ് തന്നെ അവിടെ ഈ പ്രൊട്ടക്ഷനുമായി വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? അതിനപ്പുറത്തേക്ക് ഇവിടെ പാർട്ടി പഠിക്കുമെന്ന് പറഞ്ഞു. ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ നോക്കൂ, ഇവിടെ അടിസ്ഥാന പ്രശ്നം, ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായാൽ പാർട്ടി തിരുത്താൻ പാർട്ടി ഉണ്ടായിരുന്നു. നേരത്തെ CPMനെ സംബന്ധിച്ച്, ഇടത് മുന്നണിയെ സംബന്ധിച്ച് മുന്നണി നേതൃത്വം തിരുത്തുമായിരുന്നു, സർക്കാരിനെ തിരുത്തുമായിരുന്നു. പാർട്ടി തിരുത്തും, അല്ലെങ്കിൽ മുന്നണി തിരുത്തുമായിരുന്നു. ഇവിടെ ഇപ്പോൾ പാർട്ടിയില്ല, മുന്നണിയില്ല, ഭരണമില്ല. ഇതെല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഏകാധിപതിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ഏകാധിപതിയായി മാറുകയാണ്. അപ്പോൾ പാർട്ടി, മുന്നണി, ഭരണം, ഇതിനെല്ലാ നേതൃത്വം ഒരാളിലേക്ക് എത്തുന്നു. അദ്ദേഹമാണെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനത്തിന് അതീതനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ.
ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞു 2 ദിവസം ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ചേർന്നു. സെക്രട്ടേറിയറ്റിലെ മെമ്പർമാർ കുറവാണ്, സ്വാഭാവികമായിട്ടും 2 ദിവസം അവർ ചേർന്നു, നല്ല കാര്യം. 3 ദിവസം സംസ്ഥാന സമിതി ചേരുന്നു, നല്ല കാര്യം. 5 ദിവസം. ഈ 5 ദിവസത്തെയും യോഗം നടന്ന് അതിനകത്ത് ഇത്തരത്തിലുള്ള അസസ്മെന്റുകൾ നടത്തി ഇത് അനലൈസ് ചെയ്തതിന് ശേഷം പുറത്ത് റിസൾട്ടിനെ സംബന്ധിച്ച് പരാജയത്തെ സംബന്ധിച്ച് പുറത്ത് പറയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി എന്തിനാണ് നിയമസഭയിൽ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമില്ല എന്നും ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല കോൺഗ്രസ്സുകാരൊന്ന് സൂക്ഷിച്ചോണം, 18 സീറ്റ് കിട്ടിയ കോൺഗ്രസ്സുകാരോട് പറയും നിങ്ങളൊന്ന് സൂക്ഷിച്ചോണം, നിങ്ങളുടെ ഭാഗത്താണ് വീഴ്ച, ഞങ്ങളുടെതെല്ലാം ഭദ്രമാണ് എന്ന് നിയമസഭയിൽ പറയുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചർച്ച നടത്താൻ പോകുന്ന 2.8% വോട്ട് നിങ്ങൾ 2.18% വോട്ട് ചോർന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ്. 1.8% LDF ചോർന്നിട്ടുള്ളൂ. ഞാൻ അതിലേക്ക് വരാമേ. എൻ്റെ കൃത്യമായ ചോദ്യം, അവനവൻ്റെ കാലിലെ മന്ത്രിയെ കുറിച്ച് വേണ്ട ആദ്യം ആലോചിക്കാൻ. ഞാൻ ചോദിക്കുന്നത് സ്വന്തം പാർട്ടിയെ കുറിച്ച് സ്വന്തം മുന്നണിയെക്കുറിച്ചും ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കെ മുഖ്യമന്ത്രി ജ്യോതികുമാർ ചമക്കാല, CPM ഈ വിഷയം 16-ാം തീയതി മുതൽ നേതൃസമിതികൾ തന്നെ ചർച്ച ചെയ്ത് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്തത്? തൃശ്ശൂരിൽ അവിടെ ഗ്രൂപ്പ് തിരിഞ്ഞ അടിയാണ് സ്ഥാനാർത്ഥിയും DCC സെക്രട്ടറിയും തമ്മിൽ. അത് പഠിക്കാൻ വേണ്ടി ഒരു അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ വന്നിരിക്കുന്നു. ഈ പറയുന്ന 2.18 വോട്ടുകൾ UDF-ന്റെ പോക്കറ്റിൽ നിന്ന് എങ്ങനെ ചോർന്നു പോയി എന്ന് പഠിക്കാനല്ല നിങ്ങളുടെ കമ്മീഷൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. പകരം തമ്മിൽ അടികൂടിയ നേതാക്കളുടെ കാര്യത്തെക്കുറിച്ച് പഠിക്കാനാണ് തൃശ്ശൂരിൽ വന്നിരിക്കുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി നേതൃതലത്തിൽ വിശദമായി അക്കാദമികമായിട്ടും ആഴത്തിലുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്തു ജ്യോതികുമാർ ചമക്കാല? ഈ 2.18% വോട്ട് ചോർന്നു പോയത് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നില്ലേ? അരുണേ, നോക്കൂ, ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പരാജയം ഉണ്ടായിട്ടുള്ള തൃശ്ശൂരിലാണ്, തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ആ തൃശ്ശൂരിൽ പരാജയം ഉണ്ടായപ്പോൾ തന്നെ കുറച്ച് ജനാധിപത്യം കൂടിയ പാർട്ടി തന്നെയാണ് ഞങ്ങളത്. ഞങ്ങളുടെ പാർട്ടിക്ക് കുറച്ച് ജനാധിപത്യം കൂടുതലാണ് എന്ന് എന്നെക്കാൾ നന്നായി അറിയാവുന്ന ഒരാളാണ്. DCC ഓഫീസിലെ പ്രകടനത്തെയാണോ താങ്കൾ ജനാധിപത്യം എന്ന് വിശേഷിപ്പിച്ചത് ജ്യോതികുമാർ? ഞാനങ്ങോട്ട് പറയട്ടെ. പ്രകടനം തെറ്റാണോ? നേതൃത്വത്തിനെതിരെ പ്രകടനം നടത്തുന്നത് തെറ്റാണോ? അതാണോ നേതൃത്വത്തിനെതിരെയുള്ള പ്രകടനം? കരണക്കുറ്റിക്ക് അടിച്ചു പൊട്ടിക്കുകയായിരുന്നു ചെയ്ത്. ഞാനങ്ങോട്ട് പറഞ്ഞു വരട്ടെ. അത് താങ്കളുടെ തോന്നലാണ്. അത് താങ്കൾക്ക് അത്തരത്തിലൊരു വിഷ്വൽ ഒന്ന് കാണിക്കാമോ? പിന്നെ തീർച്ചയായിട്ടും ആ വിഷ്വൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ ജെയ്സൺ ചാമോളപ്പിലാണ് ദൃശ്യങ്ങൾ തന്നതും എന്റെ മുന്നിലാണ് 2 നേതാക്കളും വന്ന് പറഞ്ഞതും. അടി കിട്ടി, അടി കൊടുത്തു. ഞാൻ പറഞ്ഞു തരട്ടെ. ഇവിടെ നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് തൃശ്ശൂരിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പരസ്യമായ സംവാദവും പരസ്യമായ കയ്യേറ്റവും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന് എതിരഭിപ്രായമില്ലേ? പക്ഷേ ഞങ്ങൾ നിമിഷ നേരം കൊണ്ട് ഇടപെട്ട് കേൾക്കൂ. ഞാൻ താങ്കൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് അവിടെ ആ സംഭവം ഉണ്ടായതിനെ സംബന്ധിച്ച് എനിക്ക് എതിരഭിപ്രായമില്ലെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവം ഉണ്ടായ നിമിഷം തന്നെ ദേശീയ നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് അവിടെ ആ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, DCCയുടെ ജില്ലാ പ്രസിഡന്റിനോടും UDF-ന്റെ ജില്ലാ ചെയർമാനോടും രാജി ആവശ്യപ്പെട്ടു. നിമിഷത്തിനുള്ളിൽ അവർ രാജിവെച്ച് മാറി. അവിടെ പകരം ചുമതല കൊടുത്തു. ആ ചുമതല കൊടുത്തപ്പോൾ പിന്നെ CPM-ന്റെ എതിർപ്പെന്തായി? മറ്റു ജില്ലക്കാർക്ക് കൊടുത്തു. ആ തൃശ്ശൂർ ജില്ലയിൽ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി DP ജയരാജൻ ചുമതല നേരത്തെ വഹിച്ചിട്ടുണ്ടേ. ആലപ്പുഴയിൽ എനിക്ക് പക്ഷേ ഇടവേള കൂടി വേണം. ഒന്ന് വഴങ്ങണം. ഒരു ചെറിയ മാത്രമല്ല അവിടെ അത്തരത്തിൽ കയ്യാങ്കളിക്ക് മുതിർന്ന നേതാക്കന്മാരെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തി. ഇനി ഞങ്ങൾ എന്ത് നടപടി എടുക്കുന്നു? നാളെ KPCയുടെ നിർവാഹക സമിതി കൂടുന്നുണ്ട്, UDF ചേരുന്നുണ്ട്. ഞങ്ങൾ തുടർന്ന് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കും. അതിനുള്ള ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ തീരുമാനിക്കും. നാളെ തൃശ്ശൂരിലെ തല്ലുകൂടലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങളുടെ കാൽക്കീഴിൽ നിന്ന് 2.18% വോട്ട് ചോർന്നതും നിങ്ങളുടെ കൂടെ ശക്തി കേന്ദ്രങ്ങളിൽ BJPയുടെ വളർച്ചയുണ്ടായതും നിങ്ങൾ അറിയുന്നില്ല. നോക്കൂ, തിരുവനന്തപുരം മണ്ഡലത്തിൽ 3 ഇടങ്ങളിൽ, കഴക്കൂട്ടത്ത്, അതേപോലെ നേമത്ത്, വട്ടിയൂർക്കാവിൽ 3 ഇടങ്ങളിൽ BJPയുടെ ആധിപത്യമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ 3 ഫേസുകൾ അവർക്കുണ്ട്. അവിടെ കുമ്മനം രാജശേഖരനുണ്ട്, രാജീവ് ചന്ദ്രശേഖരനുണ്ട്, V മുരളീധരനുണ്ട്. 3 മണ്ഡലങ്ങൾ ഇപ്പോൾ തന്നെ അവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. നിങ്ങൾ തൃശ്ശൂരിലെ തല്ലും പിടിയും അന്വേഷണമായിട്ടിരുന്നോ?